ജില്ലകളിൽ ദേവീ ക്ഷേത്രങ്ങളിൽ ആണിത് നടത്തി വരാറുള്ളത്. പ്രത്യേകമായി ദേവി ആചാരാനുഷ്ഠാനങ്ങളോട് കൂടിയിട്ടാണ് ഈ ചടങ്ങ് ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് കൂടുതലായി പാലക്കാട്, മലപ്പുറം ഈ ജില്ലകളിലെല്ലാം നടത്തി വരാറുള്ളത്. ദേവീ ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വെളിച്ചപ്പാട് മുതൽക്കുള്ള അകമ്പടിയോടുകൂടി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് കൂത്തുമാടം എന്ന് പറയപ്പെടുന്നതായ പ്രത്യേകം സജ്ജീകരിച്ച് നിർത്തിയിട്ടുള്ളതായ ഭാഗങ്ങളിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. പ്രത്യേകം അതിന് കൂത്തുമാടം എന്ന് പറയുന്ന പെർമനന്റായ സ്റ്റേജ് ഈ ജില്ലകളിൽ ഉണ്ട്. അവിടെ ഇത് സ്ഥിരമായി എല്ലാ വർഷവും ദേവിക്ക് കാണാനായി ഓരോരുത്തരുടെയും സംഭാവനയായും ഓരോരുത്തരും ദേവിക്ക് കാണാനായി അർപ്പിക്കുന്ന ഒരു കലാരൂപമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. 21 ദിവസം, 7 ദിവസം, 14 ദിവസം എന്നിങ്ങനെയാണ് അവിടെ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ച് വരാറുള്ളത്. ശ്രീരാമ അവതാരം മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെയാണ് ദേവീ ക്ഷേത്രങ്ങളിൽ ഈ കലാരൂപം അവതരിപ്പിച്ചു വരുന്നത്. പ്രധാനമായും അവിടെ പറയപ്പെടുന്നത് ദേവി ദാരികവധം നടത്തി കോപാകുലയായി വളരെ ദേഷ്യത്തോടുകൂടി ഭാവത്തോടുകൂടെ ദേവി സഞ്ചരിച്ച് പിതാവായ പരമേശ്വരന്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, ഈ യുദ്ധത്തെക്കുറിച്ച് ആരും പറയുന്നില്ല. ശ്രീ രാമസ്വാമിയുടെയും രാവണന്റെയും യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എനിക്കിത് കാണാനുള്ളതായ ഭാഗ്യമില്ലാതെ പോയി, ഇത് കാണാനുള്ളതായ ഒരു അവസരം വേണം എന്ന് പറഞ്ഞ സമയത്ത് കേരള ഭൂമിയിൽ നീ വസിച്ചുകൊള്ളൂ, അവിടെ നിനക്ക് നിഴൽ നാടക രൂപത്തിൽ കാണാനുള്ളതായ അവസരം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിന്റെ കാരണത്തിലാണ് അവിടെ അത് നടത്തപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശ്രീരാമസ്വാമിയുടേതായ ഈ പുണ്യദിനം, ഈ ദീപാവലി ദിനം, ശ്രീരാമസ്വാമി വനവാസമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ആഘോഷിക്കുന്ന ഒരു ദിനം കൂടിയാണെന്ന് പറയപ്പെടുന്നതായി ദീപാവലി ദിനത്തിൽ ഇതിവിടെ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രത്തിന്റെ പേരിലും ഞങ്ങൾ പ്രത്യേകമായി ചിലങ്ക എന്നുള്ളതായ കലാ സാംസ്കാരിക വേദിയിലെ എല്ലാ നല്ല മനസ്സുകളോടും പ്രത്യേകം അതിനുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ പരിപാടിക്ക് ശേഷം നിങ്ങൾക്ക് ഏവർക്കും ഇതിന്റെ പുറകുവശത്തുള്ളതായ എങ്ങനെയാണ് അവതരണ ശൈലി എന്ന് നിങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ട്. എല്ലാവർക്കും വന്നത് കാണാം. തികച്ചും വെളിച്ചത്തിൽ നിഴൽ മാത്രമായാണ് ഇത് കാണപ്പെടുന്നത്. ഇത് കാണാൻ നിങ്ങളെ എല്ലാവരുടെയും നല്ല മനസ്സോടുകൂടി ഞങ്ങൾ പാവക്കൂത്ത് ആരംഭിക്കാൻ പോവുകയാണ്. കുഞ്ചരത്തിരുമുഖവൻ ഗണപതി കൂറ്റമാനവരുറയും ഗണപതി കൊമ്പുശേഖരമുടയ ഗണപതി കുമാരൻ ഗണപതിയേ. അമല കമലത്തിൽ വിളങ്കം സരസ്വതി പുസ്തകം ധരിച്ചിടും സരസ്വതി ൊരുവിയാകിയ ലോകനായകിയേ. തന്തന്നെ താനൈ താനൈ താതന്നെ താനൈ താനെ തന്തന്നെ താനായി താനായി താതന്നെ താനായി താന തന്തന്നെ താന തന്തന്നെ.
രാമായണം. ഭാരതീയ പുരാണങ്ങളിൽ അത്യുന്നതമായ ഒന്നാണ് രാമായണം. വാൽമീകി മഹർഷി ഈ പുരാണകഥ ആദ്യമായി സംസ്കൃതത്തിൽ എഴുതി. പിൽക്കാലത്ത് ഈ പുരാണം പല ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് സൂര്യവംശ രാജാക്കന്മാരുടെ കഥയാണ്. കഥാനായകനോ ശ്രീരാമനും. മഹാവിഷ്ണുവിന്റെ അവതാരമായ രാമൻ സ്നേഹവും സ്വഭാവഗുണവുമുള്ള ഒരു നല്ല മനുഷ്യനും രാജാവുമായിരുന്നു. തുതികൊണ്ടു നിന്നടി തൊഴും കരുണൈതാ തമിഴ് തൊടുക്കിന്റെ ബഹുവിദ്യതാ പതികൊണ്ടു പുത്രമിത്രാർത്ഥ കളത്താദികൾ പരുന്തുതാൻ വന്നവരളാ കമ്പക്കടകരി മുഖവാഗണപതി കരുളിയ പരിയോട വിപുലിയപ്പം തരുവേ കാക്കാടമര വെച്ചിട തൊഴുതെ പക്ഷം പലകനി പത്തും തരുവേ പാപം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. വന്തവിടത്തിൽ ഗണപതി വിഘ്നേശ്വരരെ സ്തോത്രം ചെയ്തു കൊള്ളലാം. മൂഷിക വാഹന മോദകഹസ്ത രാമകർമ്മ വിനന്ദിയ സുത വാമനരൂപ മഹേശ്വര പുത്ര വിഘ്നവിനായക പാദം നമസ്തേ. മുന്നേ ദേവകൾ മുറയും ദേവരും മൂഷിക വാഹനരേ മൂക്കഗണപതി ചക്കിട്ടേവരും മുത്തിച്ചുരുമുതരേ കണ്ടക്കാലിലണിந்த ചിലമ്പു ചരഞ്ചല വെഞ്ചിടരേ സംഘത്തേരിയുണ്ടിട്ടെ തമിഴോദിയ ഷൺമുഖനേ കണ്ടത്തേവകൾ വന്നീ കൈതൊഴും മുറുകിയ മരുഭൂമി മൂഷിക വാഹന മോദകഹസ്ത രാമകർമ്മ വിനന്ദിയ സുത വാമനരൂപ മഹേശ്വര പുത്ര വിഘ്നവിനായക പാദം നമസ്തേ. നമുക്ക് കപ്പനാടകം തന്ന് നമ്മെ രക്ഷിക്കപ്പെട്ടതാണ് നമ്മുടെ മാതാവാണ് ആര്യങ്കാവിൽ ഭഗവതി. ശ്രീപാദം നമസ്കാരം. ശ്രീ മാരിയമ്മൻ. ശ്രീപാദം നമസ്കാരം. ഇവിടെ എല്ലാ ദേവി ദേവന്മാർക്കും അനന്തം കോടി ശ്രീപാദം നമസ്കാരം. ഇനി നമുക്ക് ഹരിയോം നമ ഹരിയോം നമായും കുറെ അക്ഷരത്തെ ഉപദേശം ചെയ്തു തരപ്പെട്ടതാണ് നമ്മുടെ ഗുരുവാന ചിന്നത്തമ്പി പുലവര്. ശ്രീപാദം നമസ്കാരം. ലക്ഷ്മണ പുലവർ. ശ്രീപാദം നമസ്കാരം. കുട്ടി പുലവർ. ശ്രീപാദം നമസ്കാരം. മൺമറഞ്ഞു പോണ എല്ലാ ഗുരുനാഥന്മാർക്കും അനന്തം കോടി ശ്രീപാദം നമസ്കാരം. നാമളം പോയി വിടുവോം. ഹരി ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ. നമസ്കാരം നമസ്കാരം വിദൂഷകരെ. ദശമുഖനായ പുലസ്ത്യ കുലവംശജനായ ലങ്കാമന്നൻ രാവണന്റെ സജ്ജനോപദ്രവം ശോകാത്മകമായിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ വിദൂഷകരെ? ദുഷ്ടന്മാർ ചെയ്തു വരുന്ന സജ്ജനോപദ്രവം ഋഷീശ്വരന്മാർ നടത്തി വരുന്ന യാഗം ജപം തപം ഇതിനെല്ലാം മുടക്കി വരുന്നു. അതുകൊണ്ട് ഭൂമിദേവി ദുഷ്ടന്മാരുടെ ഭൂഭാരം സഹിക്കാതെ ഗോരൂപമെടുത്ത് ഈ ലോകത്തിൽ സ്തനഹാദികളായ മഹിഷിമാരോടുകൂടി സങ്കടം അറിയിച്ചു കഴിഞ്ഞു. ഇന്ദ്രാദിദേവന്മാരെയും കൂട്ടി സത്യലോകത്ത് ബ്രഹ്മദേവന്മാരെ കണ്ട്
സങ്കടം പറയുന്നു. ബ്രഹ്മാവ് സൃഷ്ടി തൊഴിൽ ചെയ്തു വരുന്ന എനിക്ക് രാവണ നിഗ്രഹം അസാധ്യമാണെന്ന് പറയുന്നത് കേട്ടില്ലേ? ബ്രഹ്മാദിദേവന്മാർ ചേർന്നുകൊണ്ട് കൈലാസത്തിലെത്തി സംഹാരമൂർത്തിയായ പരമേശ്വരനെ കണ്ട് സങ്കടമുണർത്തിക്കുകയാണ്. ഹേ ബ്രഹ്മാദിദേവന്മാരെ, ഭൂമിദേവി രാവണാദി രാക്ഷസന്മാർ എന്റെ ഭക്തന്മാരാണ്. ഭക്തന്മാരെ നിഗ്രഹിച്ചാൽ ഭക്താനുഗ്രഹ നിഗ്രഹ തൽപരൻ എന്ന അപകീർത്തി ഉണ്ടാകും. നമുക്ക് ശ്രീപാലാഴിയിൽ പോയി നാരായണ സ്വാമിയെ കാണാമെന്ന് പറഞ്ഞ് വൈകുണ്ഠ ലോകത്തിൽ നാരായണനെ സ്തുതിക്കുകയും ഇതാ കേൾക്കുന്നില്ലേ? നാരായണ സ്വാമി എന്ത് പരിഹാരമാണ് കാണുവാൻ പോകുന്നത്? അദ്ദേഹം ശിവബ്രഹ്മാദി ദേവന്മാരെ നോക്കി പറയുന്നു, ഞാൻ ഭൂതം ഭാവി വർത്തമാനങ്ങളെ സുവ്യക്തമായി കാണുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാൻ അയോധ്യാവതിയായ ഇക്ഷാകു മുതൽ 101 രാജാക്കന്മാർ ഭരിച്ചു വരുന്ന രാജാവായ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി അവതരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾ എന്റെ ആത്മാംശങ്ങൾ കൊണ്ട് ഭൂമിയിൽ ജനിക്കുവിൻ. നിങ്ങളുടെ സഹായത്തോടു കൂടി ദുഷ്ടന്മാരായ രാവണാദി രാക്ഷസന്മാരെ എല്ലാം സംഹരിച്ചുകൊണ്ട് ധർമ്മത്തെ നിലനിർത്താം. നിങ്ങൾ വിടവറ്റുകൊള്ളുവിൻ. അപ്പോൾ നമുക്ക് ഭഗവാന്റെ അവതാരത്തിനായി കാത്തിരിക്കാമല്ലേ? അതെ അതെ, മതി മതി, അതുമതി. സജ്ജനർക്ക് അതുമതി, അന്ധണർക്ക് അതുമതി. ഭഗവാന്റെ കാരുണ്യത്താൽ അയോധ്യാവതി 60,000 സംവത്സരം പുത്രന്മാരില്ലാതെ പുത്രകാമേഷ്ടിയാഗം ചെയ്ത് സന്താനധന ഭാഗ്യവാനായി നാമകരണം കഴിഞ്ഞ് ആനയേറ്റം, കുതിരയേറ്റം, വിദ്യാഭ്യാസവും കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ അയോധ്യയിലെത്തി. പുത്രന്മാരെ യാഗരക്ഷ മംഗളം ശുഭം മംഗളം ശുഭം മംഗളം ശുഭം. രാമ രാമ രമാപതി രക്ഷിക്കും കരുണാനിധി ഏവൻ വന്ദനി മോത്രി രാമലേ എന്നെയാളത്തയാനിധി ഹരിനി മൂന്നിടി ഗണന്തവാ ശബരിയെ ചിലയുണ്ടവാ പരമപദം തനിയടങ്ങവാ ഭക്തർ മനസ്സി തിരിതവാ എന്നെ വിടവേ വേദ്യതി இந்த உலகிலுண்டோ யகுபதி அன்னை தந்த சீதாபதி ஆரோக்கியவர் கதிபதி ராம ராம ரமாபதி ரட்சிக்கும் கருணாநிதி ஏவன் வந்தினி மூர்த்தி ராமலே என்னையாளும் தயாநிதி என்னையாளும் தயாநிதி. പുതിയനു കണിയാൽ ആന്ധ്ര പൊറുത്തന്ന് പുലത്തിച്ചാകി അവിയകത്തുറകളാകി ഐന്തിണൈ നെറിയാളാകി ചവിയുര തെളിந்த കണ്ണൻ ഒഴുക്കവും തഴുവിച്ചാണ്ടോ കവിയന കിടந்த ഗോദാപുലിയനെ കണ്ടികാ വരായ സോദര ലക്ഷ്മണ. ശരണമേ ശരണം ശ്രീരാമചന്ദ്രപ്രഭോ. ലക്ഷ്മണ, നോക്കൂ, ഈ ഗോദാവരി നദി ഭൂമിക്ക് തന്നെ ഒരു അലങ്കാരമായി ശോഭിക്കുന്നത് കണ്ടില്ലേ? നമ്മൾ മാതൃവിരാജ്ഞ പരിപാലനം ചെയ്യുന്നതിനു വേണ്ടി അയോധ്യ രാജ്യത്തിലിരുന്ന് പുറപ്പെട്ട്
14 സംവത്സരം മരവരിയൊടുത്ത് വൽക്കരതരിത്ത് വാനപ്രസ്ഥാശ്രമത്തെ കൈക്കൊണ്ട് ശരയൂ നദി ചിത്രകൂടം ദണ്ഡകാരണ്യം വഴിയായി പഞ്ചവടിയായ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പുണ്യഭൂമിയിൽ ഒരു പർണശാല നിർമ്മിക്കൂ ലക്ഷ്മണ. കൽപ്പന പോലെ ജ്യേഷ്ഠ. എങ്കും തിരിയുമുടൈമായിടം ഏനം കരടി പുലിയാളി ചിങ്കം തിരിവതനയന്തൻ ചിരുനാളി ചേർപട. വനത്തിൽ നോക്കുന്ന സമയത്ത് കാട്ടുമൃഗങ്ങളെയല്ലേ കാണുന്നത്? സീതാദേവിക്ക് ഭയം വരും. ഈ വനത്തിലെ കാട്ടുമൃഗങ്ങൾ ഓടിപ്പോകുവാൻ വില്ല് വളച്ച് വിൽധ്വനി കേൾപ്പിക്കാം. എടാ എടാ സ്മാപ്പൈ. മൃഗങ്ങളെല്ലാം ഓടി ഒളിച്ച സമയത്ത് അതാ ആകാശത്തു നിന്നും ഒരു വാൾ വരുന്നു. ഈശ്വരാനുഗ്രഹം തന്നെ. ഈ വാൾ കൊണ്ട് ഈ കാണുന്ന വൃക്ഷത്തെ മുറിക്കാം. അയ്യോ! വൃക്ഷം മുറിച്ച സമയത്ത് അതിന്റെ വെട്ടേറ്റുകൊണ്ട് ഒരു ശരീരമല്ലവാ മരിച്ചു വീണത്. ഈ വൃക്ഷവും വേണ്ട, ഈ വനവും വേണ്ട. വേറൊരു വനത്തിൽ ചെന്ന മാമരത്തെ பார்த்து ஆறிரு கால்கள் நாட்டி அழுதியோ உத்தரங்கள் சாத்தி മാറിനാശാലയൊന്നും മനക്കും പോഷം. കല്യാണത്തിന്റെ ആരവങ്ങൾ ഹേ മടന്മാരെ, ശിവദത്തമായ ത്രയംബകം എന്ന വില്ല് വേദിയിൽ കൊണ്ടുവന്ന് വെക്കൂ. ഓം ഹൈ ഓം ഹൈ ഓം ഹൈ ഓം ഹൈ